കേരളത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടലിന് റെക്കോർഡിട്ട് തലസ്ഥാനം. ജില്ലയിൽ 3 വർഷത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് 29,143 തവണ. പഴഞ്ചൻ പൈപ്പുകളാണ് സ്ഥിരം ദുരിതത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഏറ്റവും കൂടുതൽ പൈപ്പ് പൊട്ടൽ ആറ്റിങ്ങൽ സെക്ഷനിലാണ്. 6,635 തവണയാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. നിരന്തരമുള്ള പൈപ്പ് പൊട്ടലിൽ തലസ്ഥാനത്ത് വെള്ളം കുടി മുട്ടുന്നത് പതിവാണ്. ഇതിൽ വെള്ളം കുടിക്കുന്നതാകട്ടെ ജല അതോറിറ്റിയും. തലസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടെ 29,143 തവണയാണ് പൈപ്പ് പൊട്ടിയത്. ഏറ്റവും കൂടുതൽ പൈപ്പ് പൊട്ടൽ ആറ്റിങ്ങൽ സെക്ഷനിലും 6,635 തവണ. ഏറ്റവും കുറവ് ശാസ്തമംഗലം സെക്ഷനിലാണ്. പൈപ്പ് പൊട്ടലുകളിലൂടെ ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട ജലത്തിന്റെ 40% നഷ്ടമാകുന്നെന്നാണ് ജല അതോറിറ്റിയുടെ കണക്ക്. ജല അതോറിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റവന്യൂ ഡിവിഷനും തിരുവനന്തപുരമാണ്. പ്രധാന കുടിവെള്ള ലൈനുകളുടെ പൈപ്പുകളുടെ കാലപ്പഴക്കം ഏറെയാണ്. 30 മുതൽ 50 വർഷം വരെ പഴക്കമുള്ള പൈപ്പുകളാണ് പലയിടത്തും. കവടിയാറിൽ നിന്ന് തുടങ്ങി പട്ടം മരപ്പാലം വഴി മെഡിക്കൽ കോളേജിൽ അവസാനിക്കുന്ന ലൈനിലാണ് കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ ഏറെയും. പ്രധാന റോഡുകൾ കടന്നുപോകുന്ന ലൈനുകളായതിനാൽ പൈപ്പ് പൊട്ടിയാലുള്ള അറ്റകുറ്റപ്പണിയും ശ്രമകരമാണ്. മാത്രമല്ല, റോഡ് ടാർ ചെയ്യുന്നതടക്കമുള്ള സാമ്പത്തിക ബാധ്യത വേറെ. പൈപ്പിനുള്ളിലെ മർദ്ദം ക്രമാതീതമായി ഉയരുന്നതാണ് അടിക്കടിയുള്ള പൈപ്പ് പൊട്ടലിന് കാരണമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും പറയുന്നു. ജനം, തിരുവനന്തപുരം.